ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യാൻ പോണേ. കുറച്ചധികം പേര് എനിക്ക് മെസ്സേജ് അയച്ചു എങ്ങനെയാണ് ഫ്ലോ എഡിറ്റ് ചെയ്യുന്നത്, അങ്ങനെ കമൻസും കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴും അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ വിഷ്വൽസ് എപ്പോഴും ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതുകൊണ്ടിരിക്കുന്നതാണൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം എവിടെയും നമ്മുടെ ഒരു കണ്ണൊരിടത്ത് നിർത്താനുള്ള സമയം കിട്ടാറില്ല ഫ്ലോ എഡിറ്റിനകത്ത്. വീഡിയോയുടെ മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മുടെ കണ്ണിങ്ങനെ അതിൻ്റെ കൂടെ പൊക്കോണ്ടിരിക്കും. സോ ഈച്ച് ഫ്രെയിമിൽ ഒരു മൂവ്മെൻറ്റ് കാണും, എന്തെങ്കിലും ഹാപ്പനിങ് ആയിരിക്കും. അപ്പോൾ അതിനായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. ഞാൻ ജഗ് എഡിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഈ ഫ്ലോ എഡിറ്റിനെ പറ്റി കൂടുതൽ അറിയണത്. അങ്ങനെയാണ് ഞാൻ ഫ്ലോ എഡിറ്റിനെ പറ്റി ഉള്ള വീഡിയോസ് കാണുന്നതും. അങ്ങനെ ഞാൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയതാണ് ഈ ഫ്ലോ എഡിറ്റ്. പക്ഷേ എന്തോ ഭാഗ്യത്തിൻ്റെ അത് വർക്കായി. പിന്നെ ഞാൻ ഒരു വീഡിയോയും കൂടെ ചെയ്ത് നോക്കി, അപ്പോഴും ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു. ഫ്ലോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എഫക്ട്സ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഫ്ലോ എഡിറ്റ് മൊത്തത്തിൽ ഒരു വീഡിയോ ബ്രേക്ക് ഡൗൺ ചെയ്യണതിന് പകരം ഞാൻ ഓർത്തു ഓരോരോ എഫക്റ്റ് ആയിട്ട് അതിനെപ്പറ്റി നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് നല്ലോണം പറഞ്ഞു തന്ന് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇത് വരുന്നതെന്നുള്ളത് പറഞ്ഞു തന്ന് ചെയ്യാമെന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ. സോ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണ് അറിയേണ്ടതിലേക്ക്, എന്താണ് അവിടെ ചെയ്തതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ അല്ലെ എനിക്ക് പേഴ്സണലി DM ചെയ്താലും മതി, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസിഷൻ ഉണ്ട് ഫ്ലോ എഡിറ്റിൽ. ഭയങ്കര എളുപ്പമാണ്. ആ ഒരു സ്ലോ വിപ്പ് പാൻ അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പർ സ്ലൈഡ് ട്രാൻസിഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. ഞാൻ വേറൊരു ക്രിയേറ്ററിനെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയി ചെയ്തതാണ്. ഞാൻ ആക്ച്വലി വിപ്പ് പാൻ അല്ലെങ്കിൽ ആ സാധനം ഞാൻ ആക്ച്വലി വിചാരിച്ചതെന്ന് വെച്ചാൽ ഇൻ ക്യാമറ തന്നെ നമ്മൾ എടുക്കുന്നതാണ്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് അത് നമുക്ക് ആഫ്റ്ററിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. സോ അധികം സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ എൻ്റെ വീഡിയോയിൽ. കാരണം ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ. നമുക്കപ്പം എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ ഓൾറെഡി 2 ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ സ്പീഡ് റാമ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇഷ്ടത്തിനായിട്ട്. സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പാട്ട് എന്താണോ അതിനനുസരിച്ചായിരിക്കണം സ്പീഡ് റാമ്പ് ചെയ്യേണ്ടതും ആ ബീറ്റിലായിരിക്കണം ഈ ട്രാൻസിഷൻ ഹാപ്പൻ ചെയ്യേണ്ടതും. നമ്മളിവിടെ ചെയ്യാൻ നോക്കണ ഹൈപ്പർ സ്ലൈഡ് ട്രാൻസിഷനാണ്. എന്ന് വെച്ചാൽ ഒരു വിപ്പ് പാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ലെഫ്റ്റിലോട്ട് വിപ്പ് പാൻ ചെയ്യാം. സോ അതിനായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സെപ്പറേറ്റ് ഡയമെൻഷൻസ് ഓൺ ആക്കിയിട്ടുണ്ട്. സോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിടക്കണേ, വിത്തൗട്ട് എനി പൊസിഷൻ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിടക്കണേ. ഞാനപ്പോൾ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഡയമെൻഷൻസ് വെക്കുമ്പോൾ എക്സ് പൊസിഷനും വൈ പൊസിഷനും ഓണാവും. നമുക്കിവിടെ വൈ പൊസിഷൻ്റെ ആവശ്യമില്ല. നമ്മളപ്പോൾ എക്സ് പൊസിഷൻ മാത്രം കീ ഫ്രെയിം ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒരു കീ ഫ്രെയിം ഞാൻ ആഡ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ ഈ ക്ലിപ്പിൻ്റെ നടുക്കോട്ട് പോവുക. ഇവിടെ ആയിരിക്കണം ഈ ക്ലിപ്പിൻ്റെ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുകയാണ്. സോ ഇത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ വീഡിയോ തീരാത്തതെന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മോഷൻ ടൈൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ മോഷൻ ടൈൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾ ക്ലിപ്പിരിക്കുന്നത്. സോ അതിനായിട്ട് ഞാൻ മോഷൻ ടൈൽ ആഡ് ചെയ്യുവാണ്. നിങ്ങൾ കാണിച്ചു തരുന്നിട്ട് മോഷൻ ടൈൽ ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ മിറർ അഡ്ജസ്റ്റ് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഹൈറ്റ് മാറ്റണ്ട, വിഡ്ത്ത് മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ വിഡ്ത്ത് ഒരു 300 കൊടുക്കുവാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും. സോ ഈ വിഷ്വൽ ഒരിക്കലും എൻഡ് ചെയ്യാൻ എനിക്ക് ഫീൽ ചെയ്യില്ല. സോ നമുക്കിപ്പോൾ നമ്മുടെ കീ ഫ്രെയിം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഈ കീ ഫ്രെയിമിനെ ഒന്ന് സ്മൂത്ത് ആക്കാനായിട്ട് ഞാൻ ഗ്രാഫ് യൂസ് ചെയ്യുകയാണ്. ഗ്രാഫ് യൂസ് ചെയ്തിട്ട് ഞാൻ F9 വെച്ചിട്ട് ഇത് ഈസി ചെയ്യുന്നു. ഈസി എന്ന് പറയുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടെ സ്മൂത്തിലുള്ള ഗ്രാഫ് കിട്ടും. എനിക്കത് വേണ്ട. എൻ്റെ ഗ്രാഫ് കിടക്കുന്നത് ഇപ്പം വാല്യൂ ഗ്രാഫിലാണ്. സോ നിങ്ങൾ സ്പീഡ് ഗ്രാഫിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. എല്ലാവരും പൊതുവേ വാല്യൂ ഗ്രാഫാണ് യൂസ് ചെയ്യണത്. സോ ഇപ്പം കണ്ടില്ലേ, ഞാനിങ്ങനെ ചെയ്തപ്പം ഇതെന്ന് പറയണ ഹാപ്പൻ ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാനായിട്ട് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടണം. ഫസ്റ്റ് ക്ലിപ്പിൻ്റെ മൂവ്മെൻറ്റ് സെറ്റായി കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്ലിപ്പിൽ ഇതേപോലെ കീ ഫ്രെയിം ചെയ്ത് ആഡ് ചെയ്യാം. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് കീ ഫ്രെയിമിനെ റൈറ്റിലോട്ട് പുഷ് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ റൈറ്റിൽ പുഷ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചു. സോ ഇതെൻ്റെ രണ്ടാമത്തെ ക്ലിപ്പ്. ഇവിടെയാണ് എൻ്റെ ക്ലിപ്പിൻ്റെ റെസ്റ്റിംഗ് പൊസിഷൻ. ഇപ്പോൾ ഇങ്ങനെ നമുക്കൊരു ട്രാൻസിഷൻ കിട്ടി. ഇവിടെ ഓൾറെഡി ഗ്രാഫ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ ഗ്രാഫ് ഞാൻ നേരത്തെ ആഡ് ചെയ്തതുകൊണ്ട് അതിവിടെ കിടപ്പുണ്ട്. സോ ഇതാണ് എൻ്റെ രണ്ടാമത്തെ ക്ലിപ്പിൻ്റെ ഗ്രാഫ്. ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്കൊരു സ്മൂത്തായിട്ടുള്ള ട്രാൻസിഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ ഗ്രാഫിന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പം ഈ ഗ്രാഫല്ല, ഇവിടെ ഞാൻ ഈ കീ ഫ്രെയിമിന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇപ്പം തന്നെ ഒരു സ്മൂത്തായിട്ടുള്ള ട്രാൻസിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിനി മാക്സ് ആഡ് ചെയ്യാം. സോ മിനി മാക്സ് ബേസിക്കലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലർ ഉണ്ടാക്കും. അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു സാധനം. സോ ഈ അഡ്ജസ്റ്റ്മെന്റ് ലെയർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഇതിൻ്റെ സൈസ് സെറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്ര ദൂരം ഈ ട്രാൻസിഷൻ വേണം അതിനനുസരിച്ച് മാത്രം ഈ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ഇട്ടാൽ മതി. സോ ഞാൻ ഇവിടെ മിനി മാക്സ് ആഡ് ചെയ്തു. എനിക്കിനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനി മാക്സിനെ കീ ഫ്രെയിം ചെയ്യണം. ഞാനപ്പോൾ ഇവിടെ 3Dsയിൽ ഒരു കീ ഫ്രെയിം കൊടുത്തു. എന്നിട്ട് ഈ കീ ഫ്രെയിം ഇപ്പോൾ കാണാൻ പറ്റത്തില്ല, ഇപ്പോൾ കാണുന്നതല്ലോ.
യു നെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കീ ഫ്രെയിമും കാണാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ റേഡിയസിൽ ഒന്ന് നെക്കിയാൽ മതി. ഇത് ഇവിടെ 0 ആക്കുന്നു, 2 എൻഡിൽ ഞാനത് 0 ആക്കുന്നു. അപ്പോഴേക്കെന്ന് വെച്ചാൽ ആദ്യം ഇത് കൂടി പിന്നെ കുറയുന്നു. അപ്പോൾ ആ ട്രാൻസിഷൻ നടക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്കത് കിട്ടി, കൂടിയിട്ട് കുറയണം. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മളവിടെ എത്തി. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈസിയാണ്. ഞാൻ പക്ഷേ യൂഷ്വലി ചെയ്യാറില്ല. വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ലൈക്ക് അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. ഗ്രാഫ് എടുത്തിട്ട് വേണമെങ്കിൽ ഈ പറയണ ഈ നടുക്ക് എത്തുമ്പോൾ മാത്രം ഈ എഫക്റ്റ് നടക്കുന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രാഫിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഗ്രാഫിൻ്റെ ഒരു ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഗ്രാഫ് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു ഷോർട്ട് ട്യൂട്ടോറിയൽ വേണം ചെയ്യാം. ലൈക്ക് ഇഫ് യു ഗൈസ് ഡോണ്ട് നോ, എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ചിലപ്പോൾ ഇൻ്റർമീഡിയറ്റും ബിഗിനറും ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറഞ്ഞു പോകണം. അപ്പോൾ നമ്മുടെ ഇത്രയും ഭാഗം സെറ്റായിട്ടുണ്ട്. ടൈം റീമാപ്പിങ്ങിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം, ലൈക്ക് വേണമെന്നുണ്ടെങ്കിൽ. കാരണം ഒരുപാട് ട്യൂട്ടോറിയൽസ് അവിടെ ഇപ്പം ഓൾറെഡി അവൈലബിൾ ആണ്. സോ കണ്ടിട്ടും അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഇടാം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഓൾറെഡി ക്ലീൻ ആണ്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ മാത്രമേ ഇടാറുള്ളൂ. ഇതെല്ലാം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ അടിപൊളിയാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എഫക്റ്റ് ഉണ്ട്. ഈ എഫക്റ്റ് എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്കർ ആയിട്ടുള്ള പാർട്സിനെ കട്ട് ചെയ്ത് ബ്ലാക്ക് ആക്കും. എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മളൊരു ലൂമാക്കിയൊക്കെ ആഡ് ചെയ്യുന്ന കണക്കാണ് ഇത് നടക്കുന്നത്. ഞാൻ ഇവിടെ ആകെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോണ ത്രെഷോൾഡ് വാല്യൂ മാത്രമാണ്. സോ ത്രെഷോൾഡ് കുറയണ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഏതൊക്കെ പാർട്സ് സെലക്ട് ആവണം എന്നുള്ളത് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചിലപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടത്തിനുള്ള സെറ്റിംഗ് ഇപ്പം ഞാൻ ഇവിടെ ഇട്ടു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുത്ത് എന്നിട്ട് ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് കീ ഫ്രെയിം എന്ത് ചെയ്യുക 0 ആക്കുക. ഇവിടെ എന്ത് ചെയ്യുക 0 ആക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. സോ ഇതാണ് ഇത്രയേ ഉള്ളൂ ഹൈപ്പർ സ്ട്രേറ്റ് ട്രാൻസിഷൻ. ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ മോഷൻ ടൈൽ ആഡ് ചെയ്യുമ്പം വാല്യൂസ് കറക്റ്റായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ റെൻഡർ ചെയ്യുമ്പോൾ വലിയൊരു ഇഷ്യൂ വരും. കാരണം 300 വരെ 3000 ഒക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ക്രാഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് മാത്രം നോക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഹൈപ്പർ സ്ട്രേറ്റ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫ്ലോ എഡിറ്റിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് ലൈക്ക് ഞാൻ ചെയ്തതിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് വേറെ ഇപ്പോൾ ഒരു ഫ്ലോ എഡിറ്റ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ട്രാൻസിഷൻ്റെ സ്പീഡ് റാമ്പിങ് സ്മൂത്ത് ആയിരിക്കണം. സോ അതിലെ പൊസിഷൻ പ്രോപ്പർട്ടീസ്, സ്കെയിൽ പ്രോപ്പർട്ടീസ് എല്ലാം മാച്ച് ആവണം. ലൈക്ക് എല്ലാത്തിനും കീ ഫ്രെയിം ചെയ്യുക, എല്ലാത്തിനും ഒരു ഫ്ലോ ഉണ്ടാക്കുക, വിഷ്വലി സ്മൂത്താക്കി വിട്ടാൽ മാത്രമേ ഫ്ലോ എഡിറ്റിലോട്ട് എത്തുള്ളൂ. സോ അത് നിങ്ങൾ നോക്കുക. സോ ഇനി ഇതിൻ്റെ വേറെ പാർട്ട് ഞാൻ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഇടുന്നതാണ്. സോ അത്രയുള്ള ഈ വീഡിയോ. ഇതൊരു പാർട്ടായിട്ട് സീരീസ് ആയിട്ടാണ് ഞാൻ ഇറക്കാൻ ഉദ്ദേശിക്കണത്. ഇത്രയുള്ള ഈ വീഡിയോ. ഇത് സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ട് ഇറക്കാനാണ് എൻ്റെ പ്ലാൻ ഈ ഫ്ലോ എഡിറ്റിനെ പറ്റി. സോ ഇതൊരു ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഇനി അടുത്ത വേണ്ട എഫക്റ്റ് അല്ലെ അടുത്ത വീഡിയോ എന്തിനെ പറ്റിയിട്ടാണ് വേണ്ടത്. ആൻഡ് ഓൾസോ കാരണം ഈ വീഡിയോ എല്ലാം മനസ്സിലായെന്ന് എനിക്ക് അറിയണമല്ലോ നിങ്ങൾക്ക്. അതുകൊണ്ട് ഫീഡ്ബാക്ക് മാറ്റർ ചെയ്യുന്നുണ്ട്. കമൻസ് ഇടുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എന്നാലേ നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. കാരണം ഫീഡ്ബാക്ക് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റത്തില്ല, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അറിയാൻ പറ്റത്തില്ല. ഈ വീഡിയോ കുറച്ചെങ്കിലും ഹെൽപ്പ് ചെയ്തെന്ന് ഞാൻ കരുതുന്നു. സോ ഇതിനകത്ത് ഞാൻ നേരെ പോകേണ്ടതിന് ഇങ്ങനെ വന്നെന്നൊക്കെ ചിലപ്പോൾ കമൻറ്റ് വരാം അല്ലെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ഞാൻ ചെയ്ത് തെറ്റാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് കമൻറ്റൊക്കെ നമുക്കൊരു കമ്മ്യൂണിറ്റി പോലെ വളരാലോ. സോ അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഇതുപോലെ വീഡിയോ ഉണ്ടാവും. അടുത്തൊരു പാർട്ടിൽ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങാൻ പോവാണ്. എന്താണ് വേണ്ടതെന്നുള്ള കമൻറ്റ് ചെയ്യുക, അപ്പോൾ എനിക്കറിയാൻ പറ്റും. സോ അതുവരേക്കും ബൈ.